തോക്ക് പിടിച്ച പാകിസ്ഥാൻ തീവ്രവാദികളെക്കാളും വലിയ ചേറ്റകളാണ് ഈ നാറികളൊക്കെ. തൃശൂരിൽ യുദ്ധവിരുദ്ധ റാലി പോലീസ് തടഞ്ഞിരിക്കുകയാണ്. തൃശൂർ സാഹിത്യ അക്കാദമി പരിസരത്ത് നടത്തിയ റാലിയാണ് തടഞ്ഞത്. യുദ്ധവിരുദ്ധ ജനകീയ മുന്നണി പ്രവർത്തകരായ 6 പേരെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തു. റാലി തടയുമെന്ന് BJP പ്രഖ്യാപിച്ചിരുന്നു. യുദ്ധവിരുദ്ധ റാലി തൃശൂരിൽ അങ്ങനെ ഒന്നും ഇപ്പൊ വൈകുന്നേരം നടന്നു കേട്ടോ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്യാൻ പോവുകയാണ്, ഞങ്ങളത് തടുക്കും. അല്ല, നമ്മുടെ ചോദ്യത്തിലുള്ളൂ, ഈ പരനാറികള് നമ്മുടെ ഇന്ത്യയിലെ 26 ജീവനുകളെ ഭീകരർ വെടിവെച്ച് കൊന്നപ്പോൾ ഒരു ഭീകരവിരുദ്ധ റാലി എന്തേ നടത്താഞ്ഞത്? അപ്പോഴൊക്കെ വരെ വായിൽ അമ്പഴങ്ങയെന്നോ. വല്ലാത്തൊരു നാറികള്. ദിവ്യ, ഇപ്പോൾ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് ഉള്ളത്. യുദ്ധത്തിലേക്ക് പോകരുതെന്നും ഈ സമാധാനമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഈ യുദ്ധവിരുദ്ധ സമാധാന റാലി നടത്താൻ ഈ ജനകീയ കൂട്ടായ്മ തീരുമാനിച്ചത്. ഇന്ത്യ യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല എന്നത് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ എന്ന രാജ്യം ഇതുവരെ ഇന്ന് ഈ നിമിഷം വരെയും യുദ്ധത്തിന് ഇന്ത്യ പുറപ്പെട്ടിട്ടില്ലല്ലോ. പാകിസ്ഥാൻ ഇങ്ങോട്ട് വിടുന്ന മിസൈലുകൾ നമ്മൾ ഇവിടുന്ന് പൊട്ടിക്കുന്നു, അവരുടെ ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ പൊട്ടിക്കുന്നു. ഇത്രയേ ചെയ്യുന്നുള്ളൂ. സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനൊന്നും നമ്മളൊന്നും സംഭവിപ്പിക്കുന്നില്ല. എന്നിട്ടും ഈ പണ്ടാരക്കാലം എന്തിനാ ഈ സമരം? ഈ മനസ്സിലാവണില്ല. ഇത് കൃത്യം 5 മണിക്ക് ഈ സാഹിത്യ അക്കാദമി ഹാളിന് പരിസരത്ത് നിന്ന് തുടങ്ങും എന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഈ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കരുതൽ തടങ്കലിൽ വെച്ചു. ആദ്യം 6 പേരെ, പിന്നീട് 4 പേരെ കൂടി അല്പസമയം മുൻപ് കൊണ്ടുപോയി. അങ്ങനെ 10 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കരുതൽ തടങ്കലിൽ ഉള്ളത്. ഈ റാലി നടത്തുന്ന ആളുകളെ തടയുമെന്ന് BJP പ്രഖ്യാപിച്ചിരുന്നു. ഈ BJP ഈ കായികമായി തന്നെ നേരിടും എന്നുള്ളൊരു പ്രഖ്യാപനമാണ് നടത്തിയിരുന്നത്. BJP-ക്കാര് തടയുന്നു. BJP-ക്കാര് മാത്രമല്ല, ഇവിടെ എല്ലാ പാർട്ടിക്കാരും തടയും. അതിൽ ഒരു സംശയവുമില്ല. ഇവിടെ രാഷ്ട്രീയം എന്നല്ല, രാജ്യം തന്നെയാണ് വലുത്. ഒരു 10 വേട്ടവളിയന്മാർ ഇവിടെ വന്നിട്ട് മറ്റേ യുദ്ധവിരുദ്ധ റാലി, ഭീകരവിരുദ്ധ റാലിയാണ് ശരിക്കും നടത്തേണ്ടത്. അതാദ്യം നടത്തി. മുഴുവൻ ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് നേരത്തെ തന്നെ ഈ റാലിക്ക് അനുമതി നിഷേധിച്ചിരുന്നു.